ലോകത്തുടനീളം എല്ലാ രാജ്യങ്ങളിലും സാധാരണയായി കണ്ടുവരുന്നതാണ് മാലിന്യ പ്രശ്നം. ഭൂമിയുടെ 75% സമുദ്രം പോലും മാലിന്യം നിറഞ്ഞതാണ്. എന്നാൽ ഭൂമിയിലെ മാലിന്യ പ്രശ്നം അങ്ങ് ബഹിരാകാശത്തുമുണ്ട്. സ്പേസ് ജങ്ക്, സ്പേസ് ഡെബ്രിസ് അല്ലെങ്കിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ പഴയ ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഘടകങ്ങളും പോലെ ഭൂമിയുടെ പ്രവർത്തനരഹിതമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതാണ്. വലിപ്പത്തിൽ വ്യത്യാസമുള്ള പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും കൂട്ടിയിടിയിൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മാലിന്യത്തെ നശിപ്പിക്കാൻ ലേസർ അധിഷ്ഠിത വിദ്യ പ്രയോഗിക്കാനൊരുങ്ങുകയാണ് ജപ്പാനിലെ ഒരു സ്റ്റാർട്ടപ്പ്. ആസ്ട്രോസ്കെയിൽ ഹോൾഡിംഗ്സ് എന്ന ടോക്കിയോ ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് താരതമ്യേന വലിയ ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഒരു സമർപ്പിത ഉപഗ്രഹം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതെന്ന് നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഒസാക്ക ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ എക്സ് ഫ്യൂഷൻ ആണ് ഗ്രൗണ്ട് അധിഷ്ഠിത ലേസർ സിസ്റ്റം വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നത്. ജപ്പാന്റെ സ്കൈ പെർഫെക്റ്റ് ജിസാറ്റ് മറ്റ് സ്റ്റാർട്ടപ്പുകളുമായി ചേർന്ന് ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഒരു ഉപഗ്രഹം ഘടിപ്പിച്ച ലേസർ വികസിപ്പിക്കാനും തയ്യാറെടുക്കുന്നുണ്ട്. ലേസറും പ്രത്യേക ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് ബഹിരാകാശ മാലിന്യം നീക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ നാസയും ഒരുങ്ങുകയാണ്. ലേസറുകൾക്ക് ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് ബഹിരാകാശ മാലിന്യത്തെ ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ നീക്കം നടത്താൻ നാസ തീരുമാനിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കുന്നുകൂടുന്ന ബഹിരാകാശ മാലിന്യം നിരവധിയാണ്. ലോഹനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്തി നശിക്കാതെ കിടന്നാൽ അതും പിന്നീട് മാലിന്യമായി തീരും. ഭൂമിക്ക് ചുറ്റും 7.5 ലക്ഷത്തിലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നു എന്നാണ് കണക്ക്. മാലിന്യ നീക്കത്തിന്റെ 2ാം ഘട്ടത്തിൽ എക്സ് ഫ്യൂഷനും EOS സ്പേസും എർത്ത് ഗ്രൗണ്ടിൽ നിന്ന് തൊടുത്തുവിടുന്ന ലേസർ ഭീമുകളുടെ ശക്തി വർദ്ധിപ്പിച്ച് ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കും. യാത്രയുടെ എതിർദിശയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾക്ക് നേരെ ലേസർ ഇടയ്ക്കിടെ ജ്വലിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ആശയം. ഓർബിറ്റ് വേഗത കുറയുന്നതോടെ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് അവിടെ തന്നെ കത്തിത്തീരുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള എക്സ് ഫ്യൂഷന്റെ ഈ പദ്ധതി കൃത്യതയും ശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവർത്തനം മെച്ചപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭൂമിയിൽ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നത്. ബഹിരാകാശ അവശിഷ്ടങ്ങൾക്ക് ആരാണോ ഉത്തരവാദി അവർക്ക് കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായി നിന്ന തങ്ങളുടെ ഉപഗ്രഹത്തെ ഫലപ്രദമായി ഡീഓർബിറ്റ് ചെയ്യാത്തതിന് 1.2 കോടി രൂപയോളം TV ഡിഷ് എന്ന കമ്പനിക്ക് പിഴ ചുമത്തിയിരുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്രത്തോളം മാറ്റങ്ങൾ ബഹിരാകാശത്ത് നടത്താൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്.